എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ഫലിതമാണ്. ധർമ്മരാജാവെന്ന് പ്രസിദ്ധനായ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ വാണരുളുന്ന കാലം അനന്തപുരിയിലെ കൊട്ടാരത്തിൽ ആസ്ഥാന കവികളിൽ ഒരാളായി കഴിയുകയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. നമ്പ്യാർക്ക് അപ്പോൾ ഭക്ഷണം പക്കത്തു തന്നെയായിരുന്നു. പ്രായമേറിയപ്പോൾ അദ്ദേഹത്തിന് പക്കത്തെ ഊണ് പിടിക്കാതെയായി. ഇടപ്പക്കത്തേക്ക് ഊണ് മാറ്റിയാൽ നന്നാവുമെന്ന് അദ്ദേഹം കരുതി. അക്കാര്യം ഒരു ശ്ലോകത്തിലൂടെ മഹാരാജാവിനെ ഉണർത്തിച്ചു. മഹാരാജാവ് അത് അനുവദിക്കുകയും ചെയ്തു. പക്ഷേ പട പേടിച്ചു പന്തളത്തു പോയപ്പോൾ അവിടെ പാതിരായ്ക്കും പട എന്ന് പറഞ്ഞ പോലെ പക്കത്തെ ഊണിയേക്കാൾ മോശമായിരുന്നു ഇടപ്പക്കത്തേത്. ഏത് പക്കത്തെ ഊണായാലും ഒന്ന് തന്നെയാണ് എന്ന് നമ്പ്യാർക്കും മനസ്സിലായി. ആ രീതിയൊന്ന് അവസാനിപ്പിക്കണമെന്നും പക്കത്തെ ഊണ് മെച്ചപ്പെടുത്തണമെന്നും മഹാരാജാവിനെ ബോധ്യപ്പെടുത്താൻ നമ്പ്യാർ തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവും സേവകന്മാരും ഒരുമിച്ച് മാളിക മുകളിലിരുന്ന് വെടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്പ്യാർ അവിടെ എത്തി. അദ്ദേഹവും ഓരോ ഫലിതങ്ങളും പ്രയോഗിച്ചു തുടങ്ങി. ചിരിയിൽ ലയിച്ചു. രാജാവും നമ്പ്യാരും മാളികയിൽ നിന്ന് താഴേക്ക് നോക്കി നിൽക്കെ ഒരു പശു ഇളകി ചാണകമിടുന്നത് കണ്ടു. പശുവിന് വയറിനെന്തോ അസുഖമാണെന്ന് നമ്പ്യാർക്ക് മനസ്സിലായി. പിന്നെ വൈകിയില്ല. അദ്ദേഹം പശുവിനോട് ഇങ്ങനെ ചോദിച്ചു, അല്ലേ പയ്യേ, നിനക്കും പക്കത്താണോ ചോറ്? ഇത് കേട്ട് നിന്ന് രാജാവ് ഇളകി ചിരിച്ചു. എന്നു മാത്രമല്ല, പക്കത്തെ ഊണ് മെച്ചപ്പെടുത്താനുള്ള ഏർപ്പാടുകളും അദ്ദേഹം ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ചൻ നമ്പ്യാർക്ക് വളരെ ഹൃദയം കൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ കഥ നിർത്തുന്നു.